ഇപ്പോൾ ബോളിവുഡിൽ നിന്നും റിലീസിനെത്തിയ ഇമ്രാൻ ഹാഷ്മിയുടെ റൊമാൻസ് ആക്ഷൻ മൂവി അവരാപ്പൻ 2 കണ്ട ഇമോഷനോട് എങ്ങനെയായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. സിനിമ ഉണ്ടാവും നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ അവരാപ്പൻ റിവ്യൂലേക്ക്. നമ്മൾ ഇമ്രാൻ ഹാഷ്മിയുടെ ഫാൻ ബോയ് ആണ്. അതിന്റെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇത് കാണാൻ വന്നത്. കുഴപ്പമില്ല, ഒരു അവരാപ്പൻ്റെ അത്ര ഒരു സംഭവം വന്നിട്ടില്ല. എന്നാലും ഇതും ശരിക്കും ഒരു ഗാങ്സ്റ്റർ ഡ്രാമ പറയുന്നതും ഒരു ഹ്യൂമൻ ട്രാഫിക്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ തീമും അത് തന്നെയായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ മാക്സിമം ഊറ്റിപ്പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ മ്യൂസിക് നല്ല രീതിയിൽ. പക്ഷേ നമ്മൾ ആ ഒരു ഫാൻ ബേസ് ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് കണക്റ്റ് ആവും ആ ഒരു കാര്യങ്ങൾ എല്ലാം. പിന്നെ കുറച്ച് സീനൊക്കെ ഇടയ്ക്ക് കുറച്ച് എഴുതി വിളക്കി ചേർത്തത് ആക്ഷൻ പരിപാടി തന്നെയാണ്. സംഭവം ക്ലീഷയാണ്, പ്രഡിക്റ്റബിൾ ആണ്, എല്ലാ സംഭവങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കണ്ടിരിക്കാം. പിന്നെ പഴയ ഒരു ഇമ്രാൻ ഹാഷ്മി അല്ലെങ്കിൽ അവരപ്പൻ എന്നൊരു സിനിമയ്ക്ക് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഒരു കൾട്ട് സ്റ്റാറ്റസ് ഓഡിയൻസിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരപ്പൻ്റെ ഇമ്രാൻ ഹാഷ്മിയുടെ ആ ഒരു കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു ശിവം എന്നുള്ളൊരു കഥാപാത്രം വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോ കഥ അറിയാത്തവർക്ക്, ഫസ്റ്റ് കാണാത്തവർക്ക്? കാണാൻ പറ്റും. കാരണം ഇതിനകത്ത് അങ്ങനെ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം പഴയ സംഭവങ്ങൾ റെഫറൻസ് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്ന പഴയ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഈ ബാക്ക് സ്റ്റോറി എന്താണെന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ഫ്ലാഷ് ബാക്ക് സീൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട പരിപാടി കേരളത്തിൽ തീർച്ചയായിട്ടും ഹിന്ദി സിനിമയുടെ പ്രേക്ഷകർ ഫാൻസിന് പ്രത്യേകിച്ച് ഒരു 80s 90s കിഡ്സ് ഈ ഒരു കാരണം ഇല്ല പാട്ടുകൾ. അപ്പം തേരാമേര ഇഷ്ടമായിരുന്നാലും തൊഫീറാവോ എല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്തെന്ന് പുതിയ ലിറിക്സിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കേട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ വർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു പാട്ട് മാത്രമുണ്ട്, പിന്നെ നടിയെപ്പോഴും കാണിക്കും. പിന്നെ മൊത്തം ആക്ഷൻ ത്രില്ലുള്ള വെടിയോ പാടി. റൊമാൻസ് ഒന്നും അത്ര പോരാ. റൊമാൻസ് അത്ര പോരാ. ആക്ഷൻ ബാക്ക്ഡ് ആണോ? ഫുള്ളും ആക്ഷനാണ്. മൊത്തം തിയേറ്റർ കാണാനുണ്ട്. വെടിയോ പാടിയൊക്കെ ഉണ്ട്, തട്ടിക്കൊണ്ട് പോലും അടിയൊക്കെ ഉണ്ട്. നല്ല സിനിമയാണ്. പഴയ മൊബൈൽ യുഗല്ലേ, ഐ മീൻ അന്ന് മൊബൈൽസ് ഇല്ലല്ലോ, അതൊക്കെ അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും പോയി കണ്ടു. ഫസ്റ്റ് പാർട്ടിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് റെഫറൻസ് ഉണ്ട്, നല്ല രീതിക്കുണ്ട്. ഇതില് കൂടുതൽ ആക്ഷൻ പാക്ഡ് ആണ് അതോ ഒരു ഒന്നാം ഭാഗം വെച്ച് നോക്കിയാൽ കറക്റ്റ്? സ്റ്റോറി ജോണർ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? റൊമാൻസ് ആക്ഷൻ തന്നെയാണ്, ബാലൻസ്ഡ് ആണ്. അത് കാണുന്ന പ്രേക്ഷകന്റെ മൈൻഡ് സെറ്റും കൂടെ നോക്കിയിരിക്കും. മൂവിയാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ ചെറിയ ഫ്ലാഷസ് ഒക്കെ വരുന്നു. നൈസ് മൂവി, ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം. എല്ലാവരും ഇമ്രാൻ ഹാഷ്മി പടം പ്രതീക്ഷിച്ച് വരുമ്പോൾ റൊമാൻസ് ഒക്കെയാണ് കൂടുതലായി ഇതിൽ. ഞാനൊരു ഹാർഡ് കോർ ഇമ്രാൻ ഹാഷ്മി ഫാനാണ്. എന്തായാലും വർത്ത് വാച്ചിങ് ആണ്. Okay. It was a good movie. It was not as good as part 1. First part, but it's good. Some scenes are very good. Not thriller also. It's like a action movie. You will see the Imran Hashmi first time having so much fight. But it's overall it's good. Okay. You can watch it one time. Okay. Throughout making action okay. നന്നായിട്ടുണ്ടായിരുന്നു. Okay. Yes.